അപ്പോൾ നമ്മൾ അരപ്പ് അരച്ചു കൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കറി വയ്ക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. അന്നേരം ഓരോരുത്തരും ഓരോ ഇതിലല്ലേ മീൻ കറി വയ്ക്കുന്നത്. എല്ലാവരും ആദ്യം താളിച്ചിട്ട് ഇതെല്ലാം വാട്ടി തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വാട്ടിയിട്ടാണ് വയ്ക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല വയ്ക്കുന്നത്. ഞാൻ ആദ്യം ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ആദ്യം ഒഴിക്കും. അരപ്പ് ഉള്ളും ഇതിനകത്ത് ഒഴിക്കും. അതിനുശേഷം അതേ അരപ്പ് അരച്ച ജാറിലെ വെള്ളവും കൂടെ കുറച്ച് അതിനകത്ത് ഒഴിക്കും. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. കുറച്ച് ഉപ്പിടാം. തിളക്കട്ടെ, തിളച്ച് വരട്ടെ. അരപ്പ് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആവി കൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. നമുക്കത് തുറന്ന് നോക്കാം. തിളച്ചോന്ന്. യെസ്, തിളച്ചു. നമുക്ക് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കുതിർത്ത് വെച്ചേക്കുന്ന പുളിയും കൂടി ഇട്ട് കൊടുക്കാം. വാളംപുളിയാണ്. വാളംപുളിയല്ല, തോട്ടുപുളി. ഇവിടെ തോട്ടുപുളി എന്ന് പറയും. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മീനും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് തിള വന്നു കഴിഞ്ഞ് നമുക്കിതിനകത്ത് ഇതിൻ്റെ മണ്ടയിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം. അന്നേരം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ പ്രത്യേകിച്ച് നല്ല കുറുകി വരും കറി. നല്ല കുറുകി കറി വരും. നല്ല തിക്കായിട്ടിരിക്കും. അതിനാണ് ഇങ്ങനെ വയ്ക്കുന്നത്. നിങ്ങളൊക്കെ വയ്ക്കുന്ന പോലെ ആദ്യം ഞാനും കടുകൊക്കെ താളിച്ചിട്ട് ആദ്യം ഇതൊക്കെ തക്കാളിയും ഇതെല്ലാം വഴറ്റി ഇട്ടിട്ടാണ് അരപ്പൊഴിച്ചുണ്ടായത്. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. നമ്മുടെ കറി ഏതാണ്ട് ഇപ്പം റെഡിയാക്കി നല്ല തിക്കായിട്ട് കോഴി വന്നിട്ടുണ്ട് കറി. ഇപ്പം ചട്ടിയിലായതുകൊണ്ട് തന്നെ ചട്ടിയിലെ ചൂട് കൊണ്ട് ഒന്നും കൂടെ ഇത് കുറവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അരച്ച് വയ്ക്കാം. ഇങ്ങനെയാണ് ഞാൻ മീൻ കറി വയ്ക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.